മറവി രോഗമായ അൾഷിമേഴ്സ് വരാനുള്ള സാധ്യത മൊബൈൽ ഫോണുകൾ കണ്ടുപിടിക്കുമെന്നാണ് സാംസങ് പുറത്തുവിടുന്ന റിപ്പോർട്ട്. മറവി രോഗം കണ്ടുപിടിക്കാനായി റിസർച്ചർമാർ ഡിജിറ്റൽ ബയോമാർക്കർ ടെക്നോളജി വികസിപ്പിച്ചുവെന്ന് കമ്പനി പ്രസിദ്ധീകരിച്ച ബ്ലോഗിൽ പറയുന്നു. ഒരാളുടെ ധാരണാശക്തി വിശേഷത്തിന് വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷിയാണ് വികസിപ്പിച്ചിരിക്കുന്നത്. ഗാലക്സി സ്മാർട്ട് ഫോണുകളും വാച്ചുകളും ഉപയോഗിക്കുന്നവരുടെ മൾട്ടി മോഡൽ ഡേറ്റ വിശകലനം ചെയ്തായിരിക്കും അവരുടെ തലച്ചോറിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്തുന്നത്. ആപ്പുകൾ ഉപയോഗിക്കുന്ന രീതി, ടൈപ്പിംഗ് സ്പീഡ്, മെസ്സേജിംഗ് പാറ്റേണുകൾ, കോൾ ഫ്രീക്വൻസി, ഉറക്കം, സ്വരം എന്നിവയായിരിക്കും കമ്പനിയുടെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വിശകലനം ചെയ്യുക. സ്മാർട്ട് ഫോണുകളും സ്മാർട്ട് വാച്ചുകളും ഉപയോഗിക്കുന്നവരെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. ഫോൺ ഉപയോഗിക്കുന്ന ആളുടെ ശരീരത്തിന്റെ സവിശേഷതകൾ, ശീലങ്ങൾ തുടങ്ങിയവ പഠിച്ചെടുക്കുന്നു. അതിനാൽ തന്നെ ദിനചര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അതിസൂക്ഷ്മമായി തന്നെ മനസ്സിലാക്കാനാകും. ഒരാളുടെ ധാരണാശക്തി വിശേഷത്തിൽ വരുന്ന മാറ്റങ്ങൾ മുൻപ് നടത്തിയ പഠനങ്ങളും ഡിജിറ്റൽ ബയോമാർക്കറുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ വിശകലനം ചെയ്യാനാകുമെന്ന് കണ്ടെത്തിയിരുന്നുവെന്ന് സാംസങ് പറയുന്നു. ഒരാൾ ഒരു ചെറിയ വാചകം ഓർമ്മിച്ചെടുത്ത് അത് ആവർത്തിച്ച് പറയുന്നു പരിശോധിച്ചാൽ അയാളുടെ തലച്ചോറിന്റെ ഷോർട്ട് ടൈം മെമ്മറിയുമായി ബന്ധപ്പെട്ട ഭാഗത്തിന്റെ പ്രവർത്തനം വിലയിരുത്താനാകും. കൂടാതെ ഒരാൾക്ക് ഒഴുക്കോടെ സംസാരിക്കാനാകുന്നുണ്ടോ എന്നതും സംസാരിക്കുന്നതിലെ കൃത്യതയും അയാളുടെ തലച്ചോറിന് ഭാഷ ഉപയോഗിക്കാനുള്ള ശേഷിയെക്കുറിച്ച് അറിയാനുമുള്ള മാർഗമായിരിക്കും. സമൂഹ മാധ്യമ ആപ്പുകൾ ഉപയോഗിക്കുന്ന രീതിയും ഫോൺ കോളുകൾ നടത്തുന്നത് കുറയുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നതും ഒരാളുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുമെന്നും പറയപ്പെടുന്നു. തങ്ങളുടെ പഠനങ്ങൾ ആശുപത്രികളിലും മറ്റും നടക്കുന്ന മറവി രോഗ ടെസ്റ്റുകളോട് കിടപിടിക്കുന്നതാണ്. അതേസമയം പുതിയ ടെക്നോളജി സ്മാർട്ട് ഫോണുകളിലും വാച്ചുകളിലും ഉടൻ ഉൾക്കൊള്ളിക്കാനുള്ള ശേഷിയിലായോ എന്ന കാര്യം കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. അതിനായി അല്പകാലം കാത്തിരിക്കേണ്ടി വന്നേക്കാം.